ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. നാളെ ജൂലൈ 2. ജൂലൈ 2 ഹോമിയോപ്പതി ഡോക്ടർമാരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിനമാണ്. 1843 അതായത് 183 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ സാമുവൽ ഹനുമാൻ ഈ ലോകം വിട്ടുപോയ ദിനമാണ് ജൂലൈ 2. അപ്പൊ ഈ 2 ദിവസങ്ങളും ഒന്ന് ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നേ ദിവസം നമ്മളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ഡോക്ടർ സാമുവൽ ഹനുമാന്റെ 183ാമത് ഡെത്ത് ആനിവേഴ്സറിയും നാഷണൽ ഡോക്ടേഴ്സ് ഡേയും അനുബന്ധിച്ച് നമ്മൾ ഇന്ന് ഒരു ഓൺലൈൻ സെഷൻ, ആ ഓൺലൈൻ സെഷനിൽ നമ്മൾ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് ഡോക്ടർ തുഷാരഗിരിയാണ് പ്രസന്റ് ആകുന്നത്. ഡോക്ടർ തുഷാരഗിരിയെ സക്സസ് ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സക്സസിന്റെ തുടക്കം മുതൽ നമ്മോടൊപ്പമുള്ള, തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും തൻ്റെ ആത്മാർത്ഥത കൊണ്ടും ഹോമിയോപ്പതിയോടുള്ള ഡെഡിക്കേഷൻ കൊണ്ടും ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സ്ഥാനം നേടിയെടുത്ത ഡോക്ടർ തുഷാരഗിരി. ഒപ്പം ഡോക്ടർ വീണ തിലകൻ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി. ഡോക്ടർ വീണ തിലകനെയും സക്സസ് ഗ്രൂപ്പിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സക്സസിന്റെ ഏകദേശം ഒരു 3-4 വർഷക്കാലമായിട്ട് നമ്മുടെ ഒരു ഫാക്കൽറ്റിയാണ്. പ്രാക്ടീസ് മെഡിസിനും ഗൈനക്കോളജിയും കമ്മ്യൂണിറ്റി മെഡിസിനും ഒക്കെ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഫാക്കൽറ്റിയാണ്. ഇനി ഒരുപക്ഷെ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഡോക്ടർ വീണ തിലകന്റെ ക്ലാസ്സുകൾ കിട്ടാൻ സാധ്യതയില്ല. ഡോക്ടർ വീണ തിലകൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഷില്ലോങ്ങിലുള്ള നോർത്ത് ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി എന്ന ഒരു സ്ഥാപനത്തിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഡോക്ടർ വീണ തിലകന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് വെക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും അതിന് ഞാൻ വില്ലിങ് ആണെന്ന് ഡോക്ടർ അപ്പോൾ തന്നെ നമ്മളോട് പറയുകയും ചെയ്തു. ജൂലൈ 1 ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഡോക്ടർ വീണ തിലകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി NIH കൽക്കട്ടയിൽ നിന്നാണ് BHMS കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപക്ഷെ ഡോക്ടർ വീണയെ അങ്ങനെ അറിയാവുന്നവർ കുറവായിരിക്കും. ഒരു ഫാക്കൽറ്റി എന്നുള്ള നിലയിൽ അറിയുന്നുണ്ട്. NIH BHMS ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതിൻ്റെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഇന്റേൺഷിപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ AIPGT ക്രാക്ക് ചെയ്ത് 2021 ഓൾ ഇന്ത്യയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കി നേരെ കൽക്കട്ടയിൽ നിന്ന് ഡൽഹി നെഹ്റു കോളേജിലാണ് PG കഴിഞ്ഞത്. PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബാച്ചിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം PG പൂർത്തിയായി. അതിനിടയിൽ ഒരു ചെറിയ PG കഴിഞ്ഞ് ചെറിയ ഇടവേളയിൽ ഗുജറാത്തിലൊരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. അതിനിടയിലാണ് നാഷണൽ ആയുഷ് മിനിസ്ട്രിയുടെ ഈ കോളേജിൽ നോർത്ത് ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതിയുടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ഡോക്ടർ വീണ തിലകനെ അനുമോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സെഷൻ നേരത്തെ ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും അത് പങ്കെടുത്തിട്ടുണ്ടാവും. കേരളത്തിലെ ഹോമിയോപ്പതി രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ, അല്ലെങ്കിൽ ഏറ്റവും സീനിയറായ ഡോക്ടർ ഇസ്മയിൽ സേഠ് സാർ ആയിരുന്നു ആ ചടങ്ങിൽ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ഒപ്പം ഡോക്ടർ വീണ തിലകന്റെ ഗൈഡും മെന്ററും ഒക്കെ ആയ ഡോക്ടർ ചിത്ര വാസു വളരെ നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ് ഡോക്ടറുടെയും ഒരു ടോക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. അപ്പൊ ഇന്ന് ഡോക്ടർ വീണ തിലകൻ എങ്ങനെയാണ് 2021 AIPGT 3rd റാങ്ക്, അതും ഫസ്റ്റ് അറ്റംപ്റ്റില്, അതും BHMS ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്തത് എന്നും, ഒപ്പം കഴിഞ്ഞ 2023 കേരള PSCയിലെ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ESIയുടെ മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് അതിൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ട്. അങ്ങനെ കുറേയേറെ നേട്ടങ്ങൾ BHMSും PGയും ചെയ്യുന്നതിനിടയിലും ഒക്കെ നേടിയ ഡോക്ടറാണ് ഡോക്ടർ വീണ തിലകൻ. ഒരുപക്ഷെ ഇനി ഷില്ലോങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം ഇവിടെ
ആകപ്പാടെ ജോലി കിട്ടാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും. അപ്പം ഒരാൾ അവിടേക്ക് പോയാൽ ഇത്രയും നമുക്ക് ഇവിടെ തിരക്ക് കുറയുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അറിയില്ല, ഡോക്ടർക്ക് ഒരുപക്ഷെ ഇനി കേരളത്തിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ തിരിച്ചിങ്ങോട്ട് വരുമായിരിക്കും. എനിവേ, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന് ഒരു മോഡറേറ്ററായിട്ട് ഡോക്ടർ നീലിമ മുണ്ടനാട്ടുമുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമേ നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ഓണർ ഡോക്ടർ തുഷാരഗിരി. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, സക്സസിൻ്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, തുഷാര നമ്മുടെ സ്വന്തം കുട്ടിയാണ്. തുഷാരയെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഈ ഇന്നത്തെ സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഡോക്ടർ വീണ തിലകനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, സക്സസിൻ്റെ പേരിൽ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പ്രോഗ്രാം മൊത്തത്തിൽ മോഡറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ നീലിമ മുണ്ടനാട്ട്. ഡോക്ടർ നീലിമയും നമ്മുടെ ഒരു ഫാക്കൽറ്റി ആയിരുന്നു. ഇപ്പം പിന്നെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ നാമിൻ്റെ ജോലി തിരക്കുകൾക്കിടയിലായതുകൊണ്ട് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. എങ്കിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഓടിച്ചാടി വരാറുണ്ട്. ഡോക്ടർ നീലിമ ഡോക്ടറും കഴിഞ്ഞ ദിവസം 4 വേക്കൻസികൾ മാത്രമുള്ള UPSC പരീക്ഷയിൽ ആകെ 16 പേരുടെ മറ്റോ നമ്പറാണ് പബ്ലിഷ് ചെയ്ത് അതിനകത്ത് ഉൾപ്പെട്ട ആളാണ്. തീർച്ചയായിട്ടും ഒരു വലിയ പ്രതീക്ഷ നമുക്ക് ഒക്കെയുള്ള ഒരു ഡോക്ടറാണ്. തീർച്ചയായിട്ടും ഡോക്ടർ നീലിമയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ അവസരത്തിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അവിടെ ഒരു ജോലി കിട്ടാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡോക്ടേഴ്സ് ഡേ മെസ്സേജ് നൽകുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ തുഷാരഗിരിയെ വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഒപ്പം ഈ പുതിയ തലമുറയിലെ ഡോക്ടർമാർക്ക് പ്രാക്ടീസ് രംഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം കൊടുക്കുവാനും കൂടി ഞാൻ ഡോക്ടർ തുഷാര ഡോക്ടറെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. തുഷാര ഡോക്ടറുടെ ക്ലിനിക്കൽ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. ഡോക്ടറും കുറച്ച് തിരക്കിലായി, നമ്മളും കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് നമുക്ക് സക്സസിൽ നേരത്തെ ക്ലിനിക്കൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടറുടെ കുറച്ച് കേസസ് അത് ഇൻഫെർട്ടിലിറ്റി ഒഴിവാക്കി നിർത്തിയിട്ട് ഇൻഫെർട്ടിലിറ്റി കേസസ് ആണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് സ്കിൻ ഡിസീസസും ഇൻക്യൂറബിൾ ആയിട്ടുള്ള ക്രോണിക് ഡിസീസസും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പം എന്തായാലും തുഷാര ഡോക്ടറെ ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം നമ്മളോട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിൽ ഒരു മെസ്സേജ് തരുന്നതിന് വേണ്ടി ഞാൻ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന്. പിന്നെ ഇന്ന് നമ്മുടെ ദിവസമാണ് അല്ലേ, ഡോക്ടേഴ്സ് ഡേ ആണ്. എനിക്ക് 5 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്, എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും നീട്ടുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമുക്ക്, അതായത് ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമുക്ക് ഈ ഒരു സിസ്റ്റം പഠിക്കാൻ പറ്റി. കാരണം ഒരു ഗൈനക്കോളജിസ്റ്റ് അനുഭവിക്കുന്ന ത്രിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടർ അനുഭവിക്കുന്നത് എന്താണ്, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടുന്ന അത്ര ശക്തമായ മെഡിസിൻസ് ഉള്ള, ശക്തമായിട്ട് നമുക്ക് ക്യൂർ കൊടുക്കാൻ പറ്റുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മളത് യൂസ് ചെയ്യുന്നതിലാണ് കാര്യം. എനിക്ക് എന്താ പറയാ, ഒരു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല ഞാനും. ഒരു 7 വർഷം ആവുന്നുള്ളൂ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. പക്ഷേ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും ഞാനൊരു സക്സസ്ഫുൾ പ്രാക്ടീഷണർ ആണ് എന്നുള്ളത്. ഈ ഒരു പ്രാക്ടീസിന്, ക്ലിനിക്കൽ പ്രാക്ടീസിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോ ഈ ഒരു ക്ലാസ് കേൾക്കുന്നത് തന്നെ ഒരു എക്സാം ഓറിയന്റേഷൻ എങ്ങനെയാവും എന്നുള്ളതാണ്. നമ്മളിപ്പോ ഇപ്പൊ ഒരു മെഡിക്കൽ ഓഫീസർ ആയി കഴിഞ്ഞാൽ തന്നെയും നമുക്ക് പ്രാക്ടീസ് എന്ന് പറയുന്ന, ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം എത്ര വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് 3 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രം മതി. ഇനിയിപ്പോ എല്ലാവർക്കും PSC കിട്ടണം എന്നില്ല. നമുക്കൊരു പ്രൈവറ്റ് സെക്ടറിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു പേര്, ഒരു ബ്രാൻഡ് നെയിം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 3 കാര്യങ്ങൾ നമുക്ക് ഉണ്ടായാലും മാത്രം മതി. 3 Cയിൽ തുടങ്ങുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. ഫസ്റ്റ് വൺ കോൺഫിഡൻസ് ആണ്. അതായത് നമ്മൾ പഠിച്ച ഹോമിയോപ്പതിയിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം.
ഒരു മരുന്ന് കൊടുത്താൽ അത് മാറും എന്നുള്ളൊരു കാര്യം നമുക്ക് ഒരു ഉറപ്പ് വേണം. അതെങ്ങനെ നമുക്ക് സാധിക്കും? എങ്ങനെ സാധിക്കുംന്നുണ്ടെങ്കില് ഒരു മെഡിസിൻ കൊടുത്തിട്ട് അവിടെ ക്യൂർ നടക്കുന്നത് നമ്മള് കാണണം. പലപ്പോഴും ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഉൾപ്പെടെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നെ? അല്ല പോട്ടെ സെക്കൻഡ് ഇയർ തൊട്ട് നമ്മള് ക്ലിനിക്കൽ പ്രാക്ടീസിൽ കേറുമെങ്കിൽ പോലും നമ്മള് ഒരു ഡോക്ടറുടെ പുറകില് നിന്നിട്ട് ആ മെഡിസിൻസ് എല്ലാം നമ്മള് കൃത്യമായിട്ട് എഴുതിയെടുക്കുന്നല്ലാതെ ആ പേഷ്യന്റ് ആ മെഡിസിൻ കൊണ്ടുപോയിട്ട് അത് കുറഞ്ഞോ ഇല്ലയോ എന്ന് നമ്മള് ഫോളോ അപ്പ് ചെയ്യാറില്ല. അതായത് നമ്മൾ കാണണം. ഒരു മരുന്ന് കൊടുത്തിട്ട് ആ അസുഖം കുറയുന്നത് കാണുന്നിടത്താണ് നമ്മുടെ കോൺഫിഡൻസ് ഫസ്റ്റ് ഡെവലപ്പ് ആവുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം നമ്മളുടെ മെഡിസിൻസിന്റെ പവർ അതാണ്. പിന്നെ നമ്മൾ അത് പഠിച്ച് നമ്മൾക്ക് എങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കും? അതുകൊണ്ട് മാക്സിമം ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പേഷ്യന്റ് ഇല്ലാന്നിരുന്ന് പറഞ്ഞ് സങ്കടപ്പെടാതെ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഒന്നും വേണ്ട. എന്റെ വീട്ടില് ഞാനൊരു ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് എന്റെ ചേട്ടൻ വെറ്റിനറിയാണ്. അപ്പോ അവിടെ പട്ടിക്ക് കണ്ണില് തിമിരം വന്നിട്ട് നമ്മളുടെ സിനറേറിയ കൊടുത്തിട്ട് അത് നന്നായിട്ട് മാറി. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. സിനറേറിയ ഒന്ന് കൊടുത്തു നോക്കിയതാണ്. അപ്പൊ അത് അത്രയും മാറി കണ്ടപ്പോ എനിക്ക് തന്നെ അത്ഭുതായി. നമുക്ക് കൊടുക്കാനുള്ള വഴികൾ ഇഷ്ടം പോലെയുണ്ട്. പേഷ്യൻസ് ഇഷ്ടം പോലെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മള് പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ? അതിന് ഉള്ളുന്നൊരു വികാരം വേണം. നമുക്കത് കൊടുക്കണം. അത് കൊടുത്ത് കുറഞ്ഞ് കാണണം എന്നുള്ളത്. അപ്പൊ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാത്തൊരു ട്രസ്റ്റ് കൊണ്ടുവരും. നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ആണെങ്കിലും നമ്മളോടൊരു വിശ്വാസം ഉണ്ടാവും. നമ്മൾ ആ മെഡിസിനെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോ, അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിനെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോ പേഷ്യൻസിന് നമ്മളോടൊരു ട്രസ്റ്റ് വരും. രണ്ടാമത്തെ സാധനം കൺസിസ്റ്റൻസിയാ. എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിനൊരു കൺസിസ്റ്റൻസി വേണം. തുടക്കകാലത്ത് നമുക്ക് പേഷ്യൻസ് ഒന്നും ഉണ്ടാവത്തില്ല. ആ സമയത്ത് ഇരുന്ന് അയ്യോ എനിക്ക് പേഷ്യന്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കാതെ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാ നമുക്ക് കിട്ടണ സമയം മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാ. എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ അശോക് സാറിനെ പോലെയുള്ള ഒരാള് തന്നെ അതായത് ഒരു ഡിഎംഒയുടെ സ്ഥാനത്തിരുന്നിട്ട് റിട്ടയർഡ് ആയ ഒരു വ്യക്തി ഇപ്പോഴും ഇത്രയും നല്ല ആക്റ്റീവ് ആയിട്ട് നമ്മളെ പോലെയുള്ള യങ് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അവരൊക്കെ അവരുടെ നിന്നൊക്കെ അറിവുകൾ കിട്ടുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്കിവിടെ ഉണ്ട്. നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ഇനി ചില ആൾക്കാരുണ്ട് എല്ലാ ക്ലാസ്സിലും പ്രസന്റ് ആയിരിക്കും. പക്ഷെ ഈ മരുന്നൊന്നും എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നു എന്നല്ലാതെ അതവർ കൊടുത്തു നോക്കുന്നില്ല. ആക്ച്വലി കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലായിക്കോട്ടെ. ഒന്നും വേണ്ട നമ്മുടെ ചെടികളിൽ പോലും നമുക്ക് മെഡിസിൻസ് പരീക്ഷിക്കാം. അത് കൊടുത്ത് നോക്കി അതിലൊരു റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും നമ്മുടെ മൈൻഡിന്ന് പോവില്ല. നമ്മളുടെ ഉള്ളിൽ അത് ഉണ്ടാവും. പക്ഷെ നമ്മൾ റെഡി ആയിരിക്കണം. നമ്മുടെ മുന്നിൽ സമയം കളയാനായിട്ടില്ല. അത് ഒരു ദിവസം ഒരു പേഷ്യന്റ് ആണെങ്കിൽ പോലും ബാക്കിയുള്ള സമയം നമുക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതായത് 5.5 വർഷം പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഇപ്പൊ ഈ പറഞ്ഞ നമുക്കിപ്പം ഈ അശോക് സാറിനെ തന്നെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സാറിന്റെ ഒരു ദിവസത്തെ ഒപിയിലെ കേസുകൾ സാറ് ഡീൽ ചെയ്തത് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ നമുക്ക് അതിന്ന് കിട്ടുന്ന അറിവുകളുണ്ട്. അതുപോലെ IFPHന്റെ എത്രയോ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ. അതൊക്കെ നമ്മൾ പരീക്ഷിക്കാനും, അതൊക്കെ കൊടുത്തു നോക്കി അതിന്റെ റിസൾട്ട് കാണാനുമായിട്ട് റെഡി ആവണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാഷനേറ്റ് ആവുക എന്നുള്ളതാണ്. പേഷ്യന്റിനോട് ഇടപെടുന്ന രീതി. ഇപ്പോ ഒരു പേഷ്യന്റ് ഇപ്പൊ എന്റെ അടുത്ത് വരുന്നത് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ എത്ര മാർക്കോട് കൂടിയിട്ടാണ് ഫൈനൽ ഇയർ പാസ്സായത് എന്ന് നോക്കിയിട്ടല്ല. ഞാൻ എങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ കേട്ടിരിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് ഒരു പേഷ്യന്റിനോട് കൈൻഡ്‌നെസ് കാണിക്കുന്നത് എന്ന് ഉള്ളത് മനസ്സിലാക്കിയിട്ടാ. ആ ഡോക്ടറിന്റെ അടുത്ത് കുറച്ചു നേരം പോയിരുന്ന് സംസാരിച്ചാൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. എന്ന് പറഞ്ഞു പോകുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയില് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു ലിസണർ ആവുക എന്നുള്ളത്. വളരെ വൃത്തിയായിട്ട് നമ്മൾ കേസ് എടുക്കാൻ പഠിക്കുക എന്നുള്ളത്. നമ്മളുടെ കേസ് ടേക്കിംഗ് എന്ന് വെച്ചാൽ തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ കമ്പാഷനേറ്റ് ആവുക. ആ കമ്പാഷനേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹീലിംഗ് കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മെഡിസിൻ സിമ്പിൾ ആയിട്ട് നമ്മളുടെ കയ്യിലേക്ക് എത്തും. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് നമുക്ക് ഹീലിംഗ് കാണാനും പറ്റും. അപ്പൊ ഇന്ന് ഈ ഡോക്ടേഴ്സ് ഡേ ദിനത്തില് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ 3 കാര്യങ്ങളാ. മനസ്സിലൊന്ന് കുറിച്ചിട്ടോളൂ. നമുക്ക് കോൺഫിഡൻസ് വേണം. നമ്മള് കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മള് കമ്പാഷനേറ്റ് ആയിരിക്കണം. എല്ലാവർക്കും നല്ലൊരു ഡോക്ടേഴ്സ് ഡേ ആശംസിക്കുകയാണ്.
അതുപോലെ നമ്മളുടെ മാസ്റ്റർ ഓരോ കേസ് സക്സസ് ആവുന്ന സമയത്തും എന്നെ പഠിപ്പിച്ച ശരിക്കും അജയ് കുമാർ സാർ പറഞ്ഞു തന്നൊരു സെന്റൻസ് ഉണ്ട്. ഒരു പേഷ്യന്റ് കുറഞ്ഞു അല്ലെങ്കിൽ അവരുടെ അസുഖം മാറിയെന്ന് കണ്ണ് നിറഞ്ഞിട്ടാണ് നമ്മളുടെ അടുത്ത് വന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കണ്ണിൽ ഒരു നനവ് വരും. സന്തോഷത്തിന്റെ നനവാണത്. അങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ശരിക്കും നമ്മൾ മനസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്. ഞാനത് ഇന്നേ വരെ എനിക്ക് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അറിയാണ്ട് നമ്മൾ പറഞ്ഞു പോവും താങ്ക് ഗോഡ് ആൻഡ് താങ്ക്സ് ടു അവർ മാസ്റ്റർ എന്ന്. അപ്പോൾ നാളെ നമ്മളുടെ മാസ്റ്ററിന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും ശരിക്കും നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഹോമിയോപ്പതിയിലൂടെ ഒരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളുടെ കയ്യിൽ ഹോമിയോപ്പതി സേഫ് ആയിട്ടിരിക്കട്ടെ, ഇനിയും വളരട്ടെ. ഒരിക്കൽ കൂടി അശോക് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ തുഷാരഗിരി. പിന്നെ തുഷാര ഡോക്ടറെ എനിക്ക് ആഴ്ചയിൽ മിനിമം ഒരു ഡോക്ടറെങ്കിലും എന്നോട് തുഷാര ഡോക്ടറെ നമ്പർ ചോദിക്കും. ഒരെങ്കിലും ഒരു കേസ് റെഫർ ചെയ്യാനാണ്, ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു കേസ് കാണിക്കാനാണ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പക്ഷേ ഡോക്ടർ പൂർണിമ വിളിച്ചിട്ടുണ്ടാവും പുനലൂരിൽ നിന്നും. പൂർണിമ ഡോക്ടർ എൻ്റെ കൂടൊപ്പം ഇന്റേൺ ചെയ്തതാണ്. അത് കഴിഞ്ഞ് എന്നോടൊപ്പം ഡെയിലി വേസ് മെഡിക്കൽ ഓഫീസറായിട്ടും പിന്നെ മെഡിക്കൽ ഓഫീസറായിട്ടും വർക്ക് ചെയ്ത ആളാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഡോക്ടേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. എനിവേ ഇന്നിപ്പോ തുഷാര ഡോക്ടറുടെ വാക്കുകൾ കേട്ട ഡോക്ടേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും തുഷാര ഡോക്ടറെ ഇനിയും കേൾക്കാനുണ്ട്. ഇന്നിപ്പോ നമുക്ക് സമയമില്ല. അടുത്തൊരു ദിവസം നമ്മൾ വീണ്ടും തുഷാര ഡോക്ടറുടെ ഒരു സെഷൻ വെക്കുന്നതാണ്. അപ്പോൾ വളരെ സന്തോഷം, വളരെ നന്ദി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള ഇപ്പൊ 100 പേരാണുള്ളത്. ആ 100 പേരെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ ഡോക്ടർക്ക് കഴിഞ്ഞു. ഡോക്ടറുടെ ഈ കഴിവ് തന്നെയാണ് നമ്മൾ കൂടുതൽ ഡോക്ടറെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ സെഷനിലേക്ക് പോവുകയാണ്.